ഇനി ആരാണ് നമ്മളെ നന്നാക്കുക? മാത്രമല്ല ഈ പുൽക്കൂടുകളൊക്കെ കണ്ടാലേ നമുക്കതിനെ ആക്രമിക്കാം എന്ന് തോന്നുന്ന ചിലര് നമ്മുടെ സമൂഹത്തിലുള്ള നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഒരു പുൽക്കൂട് കണ്ടാൽ, ഒരു വിശുദ്ധ ദേവാലയം കണ്ടാൽ, ഒരു അമ്പലത്തിലെ ഉത്സവം കണ്ടാൽ, പുൽക്കൂട് കണ്ടാൽ അറിയാതെ നമ്മൾ തൊഴുതു പോകും. അതായിരുന്നു നമ്മുടെ മനസ്സ്. നമ്മളൊന്നും ചിന്തിക്കണ്ട, അത് കണ്ടാൽ നമ്മൾ തൊഴുതു പോകും. പക്ഷെ ആ മനസ്ഥിതി മാറിയില്ലേ? അത് എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. അത് ചിലപ്പോൾ വല്ലാതെ നിരാശ തോന്നും. എനിക്കൊന്ന് പഴയ ഈ ചേഗുവാരൊക്കെ ചെയ്തത് പോലെ ഒളിയുദ്ധം നടത്താൻ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. ഇവർക്കെതിരായിട്ട് പക്ഷേ പ്രകടമായിട്ടുള്ള ഒരു യുദ്ധം സാധിക്കില്ല. അതെ, പക്ഷെ ആർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് നോക്കുമ്പോൾ ഇനി യുദ്ധം ചെയ്യാനായിട്ട് അമ്പെടുത്ത് നോക്കുന്ന സമയത്ത് മറ്റേ അർജുൻ്റെ അവസ്ഥയായിരിക്കും അല്ലേ? എല്ലാവരും കുറ്റവാളിയാണെന്നല്ല, എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും കുറ്റവാളികളുണ്ട് എന്നുള്ളതാണ്. അതായത് മൂത്തേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് ഈ തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അമ്പെടുത്ത് യുദ്ധം ചെയ്ത് വില്ലെടുത്ത് തൊടുക്കുമ്പോൾ ഇതിൽ ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തേർത്തട്ടിൽ തളർന്നിരുന്നു അല്ലേ? അല്ല, എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരിലും പിന്നെ ശത്രുക്കളുണ്ട്. ചിലപ്പോൾ എനിക്ക് നമ്മളിലൂടെ അവനവനിലും ഉണ്ടെന്നുള്ളതാണ്. നമ്മളെന്താണ് ഈ ഒരു ദുഷിച്ച ലോകം, ഈ ദൂഷ്യങ്ങൾ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട്. അറിയാതെ ഉണ്ടാവും. നമ്മളതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പലതും തിരിച്ചറിയാൻ കഴിയാത്തത്, പല ദൂഷ്യങ്ങളും. കാരണം നമ്മളതിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊക്കെ ചെറുത്ത് നിൽക്കണം. നമ്മൾ ഈ കലുഷമായ ലോകത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. അത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷെ മൂന്നേട്ട അത് എനിക്കൊരു സംശയം, എനിക്കൊരു ഭയവും. മൂന്നേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കൊരു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമലയിലെ വിഷയം മുതലാണ് പ്രത്യേകിച്ചും അത് വരുന്നത്. അതായത് നമ്മുടെ വീടുകളിലൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ ആളുകൾ പെരുമാറി തുടങ്ങുന്നു. നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഗുരുവോ ഈ പറയുന്ന ചട്ടമ്പി സ്വാമിയോ അയ്യങ്കാളിയോ ഇവരാരും കയറിയിട്ടില്ല. എന്തിന്? യേശുക്രിസ്തു പോലും ചിത്രങ്ങളായും പ്രാർത്ഥനകളായും അല്ലാതെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. അതെ അതെ, നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല. വീട്ടിൽ തന്നെ അത് നമ്മൾ മാറിയിട്ടില്ലല്ലോ. സൊസൈറ്റി മാറാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വീട് നവോത്ഥാനം നടന്നിട്ടില്ല. അല്ല, അത് ഇപ്പം ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ സമൂഹത്തെ ആകെ ഉടച്ചു വറക്കണം. ഇപ്പം നമുക്ക് നേതൃത്വം നൽകാനും വഴികാട്ടാനും ആളില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ കൗമാരപ്രായത്തൊക്കെ ഉണ്ടല്ലോ, എനിക്കൊക്കെ നേതൃത്വം നൽകുന്ന വഴികാട്ടാൻ ആളുകളുണ്ടായിരുന്നു. പ്രാദേശികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു അധ്യാപകൻ, ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ, ചിരിപ്പിട നടക്കുന്ന ഒരു അധ്യാപകൻ കേട്ടോ, ആവേശവും ആ അധ്യാപകൻ്റെ കൂടെ നടക്കുക. അധ്യാപകൻ ലോകത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. ഈ ഫ്രാൻസിൽ നടക്കുന്ന സാർത്തറിൻ്റെ അസ്തിത്വവാദത്തെ പോലും പറഞ്ഞു തരുന്ന അധ്യാപകൻ, അങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മുടെ നാട്ടിൻ്റെ പിന്നെ ഒരു ആത്മീയ ശക്തി എന്ന് പറയുന്നത് അവരായിരുന്നു. ഇപ്പോൾ എത്ര അധ്യാപകരുണ്ടങ്ങനെ. എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റിയ വലിയൊരു അപകടം ഈ നമ്മളെല്ലാം പ്രൊഫഷണലായി മാറുന്നുള്ളതാണ് കേട്ടോ. പഠിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് പ്രൊഫഷണലായി. ചോദ്യപേപ്പർ ചോരുന്നു. അതുപോലെ നമ്മൾ ഈ പ്രൊഫഷണലിസ്റ്റാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ, പണ്ടെല്ലാം ഡോക്ടർ രോഗം മാറ്റി ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നല്ലോ. പക്ഷേ ഇന്ന് ഡോക്ടറും ഒരു പ്രൊഫഷണലാണ്. ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ആവശ്യമില്ലാത്ത, അപ്പോൾ അവിടെയും പണം വരുന്നു. അങ്ങനെ പ്രൊഫഷണലാണ്. അധ്യാപകനായാലും എഴുത്തുകാരനായാലും ഞാൻ ചിലപ്പം വിചാരിക്കും ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത്, ഞങ്ങൾ എഴുത്തുകാരെയും കുറ്റപ്പെടുത്തണ്ടേ? എഴുത്തുകാരിലില്ല ഈ പറഞ്ഞ തരത്തിലുള്ള ആളുകൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് മുഖത്തായിട്ട് വിട്ടുതരികയാണ്. എനിക്കറിയാം അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം പ്രശ്നമാണ്.